ഷിരൂരിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്താനുള്ള മൂന്നാംഘട്ട തെരച്ചിൽ ഇന്നും തുടരും. നേവി രേഖപ്പെടുത്തിയ പോയിന്റ് 1ഉം 2ഉം കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ പരിശോധന നടക്കുക. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും തിരച്ചിലിന്റെ ഭാഗമാകും. ഡ്രഡ്ജിംഗ് തുടരുന്നുണ്ടെങ്കിലും ഗംഗാവലി പുഴയിലെ മണ്ണ് നീക്കാൻ സാധിക്കാത്തത് ദൌത്യത്തിന് തിരിച്ചടിയാണ്. അർജുന്റെ സഹോദരിയും ബന്ധുക്കളും ഷിരൂരിൽ തുടരുന്നുണ്ട്. ദീപക് മലയമയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ ഒരു പരിശോധന നടക്കുമ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നു എന്ന് പ്രതീക്ഷിച്ചു. ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രതീക്ഷയോടെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയാണ് മൂന്നാംഘട്ട തെരച്ചിൽ ഇന്നും തുടരുമ്പോൾ നേവി രേഖപ്പെടുത്തിയ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ നടക്കും. ഒപ്പം ഈശ്വർ മാൽപയുടെ തെരച്ചിലും നടക്കും. ഈശ്വർ മാൽപെ നടത്തിയ തെരച്ചിലിൽ തന്നെയായിരുന്നു ഇന്നലെ വലിയൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നമുക്ക് കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു പ്രതിസന്ധിയായിട്ട് പറയുന്നത് ഈ പുഴയിലെ മണ്ണ് നീക്കാൻ സാധിക്കാത്തതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു തെരച്ചിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു നീക്കങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഡ്രഡ്ജിംഗ് ആരംഭിക്കുന്ന ആ ദിനത്തിൽ വൈകിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ മരങ്ങൾ കെട്ടിയിരുന്ന കയറ്, ഒപ്പം തന്നെ ആ ലോറിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഡ്രിങ്കിംഗ് വാട്ടർ കാരിയർ ബോക്സിൻ്റെ ലോഹഭാഗം എന്നിവ കണ്ടെത്താൻ സാധിച്ചിരുന്നു. അത് നേവി നേരത്തെ തന്നെ മാർക്ക് ചെയ്ത പോയിന്റ് 1, 2 എന്ന് പറയുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു തെരച്ചിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്നും പിന്നീട് ഡ്രഡ്ജർ കമ്പനി നടപടികൾ പൂർത്തിയാക്കി അവിടെ നിന്നും മാറി. ഇന്നലെ പൂർണ്ണമായും മറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രഡ്ജിംഗ് ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈശ്വർ മാൽപെ നടത്തിയ ഡൈവിലൂടെയാണ് 2 ഇടങ്ങളിൽ ഇത്തരത്തിൽ ലോഹ പാർട്ടുകൾ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വന്നത്. ട്രക്കിൻ്റെ ടയറുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാൽപെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അത് പെട്ടെന്ന് തന്നെ ഉയർത്താനുള്ള നടപടികൾ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. നിർഭാഗ്യവശാൽ എടുത്തിരിക്കുന്ന 2 ലോഹ പാർട്ടുകളും അത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇന്ന് ഡ്രഡ്ജിംഗ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നേവി രേഖപ്പെടുത്തിയ പോയിന്റ് 1, 2 എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പക്ഷേ അവിടെ അത്യാവശ്യം ആഴമേറിയ ഭാഗമാണ്. അവിടെയുള്ള മണ്ണ് നീക്കം എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ കമ്പനിയിലെ ആ ഡ്രഡ്ജിംഗ് മെഷീനിലുള്ള ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാണോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഈശ്വർ മാൽപെ ഇന്നും ഡൈവിങ്ങിന് എത്തും. സ്വാഭാവികമായും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഡൈവ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ അർജുൻ്റെ കുടുംബവും ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ നേവി രേഖപ്പെടുത്തിയ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന വേണം എന്നുള്ളതാണ്. നേരത്തെ തന്നെ 3 ദിവസത്തെ ഉടമ്പടി പ്രകാരമാണ് ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് നടത്താനുള്ള കാര്യങ്ങൾ നീക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 2 ദിവസം പിന്നിടുന്നു. ഇന്നത്തെ ഒരു പ്രവൃത്തി കൂടി പൂർണ്ണതോതിലാവുകയാണെങ്കിൽ ആ ഉടമ്പടി പ്രകാരമുള്ള 3 എന്നുള്ള ദിനം കഴിയുകയും ചെയ്യും. ഇപ്പോഴും നദിയുടെ ഏതാണ്ട് നടുഭാഗത്തായിക്കൊണ്ട് നേരത്തെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മൺകൂനകൾ നമുക്ക് അതേപോലെ തന്നെ കാണാവുന്ന സ്ഥിതിവിശേഷമുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ പൂർണ്ണതോതിലുള്ള ഡ്രഡ്ജിംഗ് എന്നുള്ളത് നടക്കുന്നില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇവിടെ നിന്നും പറയേണ്ടി വരും. ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ഈശ്വർ മാൽപെ നടത്തുന്ന ഡൈവുകൾ തന്നെയായിരിക്കും. മാൽപെ നടത്തുന്ന നീക്കങ്ങൾ അതുവഴി എന്തെങ്കിലും അടിത്തട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഡ്രഡ്ജിംഗ് ആവശ്യമുണ്ട് എങ്കിൽ അത് നടത്തിക്കൊണ്ട് മണ്ണ് നീക്കം സുഗമമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ലോഹഭാഗങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആലോചനകൾ മാത്രമാണ് ഇന്ന് പ്രധാനമായും ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് വ്യാപകമായ ഒരു ഡ്രഡ്ജിംഗ് സംവിധാനം പൊതുവെ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് ഷിരൂരിൽ നിന്ന് പറയാനും സാധിക്കും. ശ്രുതി, ശരി, വ്യക്തമാണ്. ഷിരൂരിൽ ഏതായാലും തിരച്ചിൽ തുടരുമ്പോൾ കൃത്യമായ ഒരു സൂചന അല്ലെങ്കിൽ ട്രക്ക് കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്.